നമസ്കാരം. നമ്മളെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം, വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട ആ ഒരു വിഷയം കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. മറ്റൊന്നുമല്ല, അടിക്കടിയുള്ള വൈദ്യുതി മുടക്കം, അത് അപ്രഖ്യാപിതമായത് കൊണ്ടുള്ള പരാതികൾ ഒരു വശത്ത്, പിന്നെ മുൻകൂട്ടി പ്രഖ്യാപിക്കാതെ ഉള്ളതിനെ ലോഡ് ഷെഡിംഗ് എന്ന് വിളിക്കണോ, അതല്ല വൈദ്യുതി മുടക്കമെന്ന് വിളിക്കണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിട്ട് വിളിക്കണോ എന്നുള്ള പേരുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ, അങ്ങനെ നിരവധിയായ വിഷയങ്ങളാണ് ഇപ്പൊ ഈ കോർപ്പറേറ്റുമായി ബന്ധപ്പെട്ട് നാട്ടിൽ സംസാര വിഷയം. നമ്മളെ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് മാത്രം പറയാനാണ് നമ്മളിപ്പോ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. കാരണം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു മാസക്കാലം, ഏതാണ്ട് ഈ ഏപ്രിൽ മാസം തുടങ്ങിയതിന് ശേഷം ഈ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് അത് ആഗോള താപനത്തിന്റെ ഭാഗമായിട്ട് തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. കടലിൽ പവിഴപ്പുറ്റുകൾക്ക് അടക്കം ദോഷമുണ്ടാക്കുന്ന ഒരു കാലാവസ്ഥാ വ്യതിയാനം. ആ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ സംസ്ഥാനത്തും ഉപരിയായിട്ട് ഇന്ത്യ ഒട്ടാകെ തന്നെ ചൂട്, അന്തരീക്ഷ ഊഷ്മാവ് കൂടിയിട്ടുണ്ട്. കേരളത്തിൽ ശരാശരി 38-നും 41-നും ഇടയ്ക്കാണ് ഊഷ്മാവ്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് രാവിലെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ സൂര്യോദയം വരെയുള്ള സമയങ്ങളിലും ആ അന്തരീക്ഷ താപനിലയിൽ യാതൊരു ഏറ്റക്കുറച്ചിലും വരാത്ത രീതിയിൽ ഇവിടെ നമുക്ക് സമാധാനപരമായിട്ട് സഞ്ചരിക്കാനോ കിടന്നുറങ്ങാനോ കഴിയാത്ത രീതിയിലുള്ള കാലാവസ്ഥ. മുൻകാലങ്ങളിലാവുമ്പോൾ നിങ്ങൾ ഫാൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് 60 വാട്ട്സിന്റെ ഫാനിൽ അവസാനിക്കുന്ന സംഭവം ഇപ്പം 1 ടൺ എന്ന് പറയുന്ന എ സിക്ക് 1250 വാട്ട്സ്. നമ്മൾ 1 ടണ്ണെങ്കിലും ഉള്ള, അതായത് 10 അടി വീതി 10 അടി നീളമുള്ള മുറിയിൽ ഉപയോഗിക്കുന്ന എ സിയുടെ ആണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി 1 ടണ്ണാണ്. 1 ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് 1.250 1250 വാട്ട്സ്, 1.25 kW, അത്രയുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഒരു 100 KVA എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമറിൽ എഴുതിയിരിക്കുന്ന ബോർഡിൽ ആ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 80 കിലോ വാട്ട്. ആ 80 കിലോ വാട്ട് വരെയുള്ള ലോഡ് മാത്രമാണ് 100 KVA എഴുതിയിട്ടുള്ള ട്രാൻസ്ഫോമറിൽ നമുക്ക് ഘടിപ്പിക്കാൻ കഴിയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ട്രാൻസ്ഫോമറിന്റെ കീഴിൽ ഒരു 100-150 വീടുകൾ പരമാവധി ഉണ്ടെന്ന് സൂചിപ്പിച്ചാൽ, അവിടെ ഒരു 50 വീട്ടില് ഒരു ടണ്ണിന്റെ എ സി വയ്ക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഏതാണ്ട് 60 കിലോ വാട്ടിൽ കൂടുതൽ വൈദ്യുതി അവിടെ ആയിക്കഴിഞ്ഞു. അല്ലെങ്കിൽ 72 കിലോ വാട്ടിന്റെ വൈദ്യുതി അവിടെ ആയിക്കഴിഞ്ഞു. പിന്നീടുള്ളത് 8 കിലോ വാട്ടിന്റെ ലോഡ് മാത്രമാണ് ശരിക്കും ആ ട്രാൻസ്ഫോമറിൽ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഗ്യാസിന്റെ ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് കേരളത്തിൽ മാത്രം 12 ലക്ഷം ഇൻഡക്ഷൻ കുക്കറുകളാണ് ഒറ്റ അടിക്ക് വിൽപ്പന നടന്നിട്ടുള്ളത്. ഇപ്പോഴും ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ആളുകളുണ്ട് എ സിക്കും അതുപോലെ ഇൻഡക്ഷൻ കുക്കറിനും. അപ്പോൾ ഒരു ഇൻഡക്ഷൻ കുക്കറിന്റെ കപ്പാസിറ്റി 2 KW ആണ്, 2000 വാട്ട്സ് മുതൽ 4000 വാട്ട്സ് വരെ. അപ്പം അത് കണക്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ വേറെ. അപ്പം നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റിക്ക് അകത്ത് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീടുകളിൽ നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ പുതുതായി കണക്ഷൻ എടുക്കാൻ പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നത് ഒരു 3, 4, 5 ലൈറ്റിന്റെ ലോഡുകളും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 ഫാനിന്റെ ലോഡും, പിന്നെ പോരാത്തതിന് ഒരു 1/2 HP മോട്ടർ, ഇത്രയായി, പിന്നെ ഒരു പവർ പ്ലഗും. സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിന്റെ കണക്റ്റിലോടിന്റെ രീതി കഴിഞ്ഞ് ഇത്രയാണ് പുറത്ത് കാണിച്ച് നമ്മൾ കണക്ഷൻ എടുക്കുന്നത്. കണക്ഷൻ എടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ അതിനകത്ത് കണക്ട് ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് വ്യക്തമായ രീതിയിൽ ഓരോ ട്രാൻസ്ഫോമറിന്റെ കീഴിലുള്ള കപ്പാസിറ്റി, ലോഡിംഗ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് ദൈനംദിനം അറിയുന്നതിനുള്ള മാർഗങ്ങളില്ല. അതിനുള്ള ജീവനക്കാരുണ്ട് എന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും അതൊക്കെ അത്രത്തോളം പ്രാവർത്തികമാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം ഏതാണ്ട് 1,42,42,000 1,42 ലക്ഷത്തോളം കൺസ്യൂമർമാരുള്ള ഈ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം പ്രായോഗികമാണ് കേവലം 25,000 താഴെയുള്ള ഫീൽഡ് ജീവനക്കാരുമായി മുന്നോട്ട് പോകുമ്പോൾ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. സ്വാഭാവികമായിട്ടും അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇവിടുത്തെ ഈ ശൃംഖലകൾ, വൈദ്യുതി കടന്നു വരുന്ന ശൃംഖലകൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര കോടി രൂപ മുതൽ മുടക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി KECB ഉണ്ടെന്ന് ചോദിച്ചാൽ, KECB എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരിൻ്റെതായിട്ട് ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് എന്ന രീതിയിൽ ബഡ്ജറ്റ് പ്ലാനിന്റെ പേരിൽ ഒരു പൈസ പോലും നീക്കി വെക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അതിനുമപ്പുറത്തേക്ക് KECB ആണെങ്കിൽ ചെയ്യുന്ന സേവനങ്ങൾ ഈ നാച്ചുറൽ കലാമിറ്റി അടക്കം ഉണ്ടാകുന്ന, നമുക്കറിയാം ഇപ്പൊ 222 ട്രാൻസ്ഫോമറുകൾ കത്തിപ്പോയത് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു സെക്ഷൻ ഓഫീസിൽ മാത്രം ഇടയ്ക്കുണ്ടായ കാറ്റിലും ചെറിയ മഴയിലും പെട്ട് 65 പോസ്റ്റുകളാണ് മരം ഒടിഞ്ഞു വീണ് തകർന്നു പോയത്.
നമുക്ക് ടച്ചിങ് വെട്ടുന്നതിന് പരിധിയും കാര്യങ്ങളുമുണ്ട്. പക്ഷെ നമുക്ക് വലിയ ദൂരം നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ നമുക്ക് നിർവാഹമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മരങ്ങൾ മുറിഞ്ഞു വീഴുന്ന അടിസ്ഥാനത്തിൽ ഉണ്ടായ നഷ്ടം എത്രയാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഒരു സെക്ഷൻ ഓഫീസിൽ മാത്രം 65 പോസ്റ്റാണ്. ഇനി അതിന്റെ കണക്കുകൾ എടുക്കുമ്പോൾ തന്നെ വരുന്ന നഷ്ടങ്ങൾ KICD സ്വന്തമായി വഹിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടോ പ്രാദേശിക ഭരണകൂടങ്ങളുടേതായിട്ടോ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, യാതൊരുവിധ ഫണ്ടിങ്ങും KICDക്ക് കിട്ടാറില്ല. MLA ഫണ്ടിൽ നിന്നോ MP ഫണ്ടിൽ നിന്നോ ഒരു പൈസയും നമുക്ക് കിട്ടാറില്ല. അതാത് പ്രദേശങ്ങളിലെ വൈദ്യുതി ലൈനുകൾ, വൈദ്യുതി വിതരണ ശൃംഖലകളും പ്രസരണ ശൃംഖലകളും സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, കേബിളുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ഏതാണ്ട് ഇപ്പൊ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞത് 35 മുതൽ 70 കോടി രൂപ വരെയാണ് ഒരു വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്. ആ ബഡ്ജറ്റിനകത്ത് KICDക്ക് വേണ്ടി, അല്ലെങ്കിൽ അതാത് മേഖലകളിലുള്ള വൈദ്യുതി വിതരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം നീക്കി വയ്ക്കാൻ കഴിയും. പക്ഷേ ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ MLA യോ MP യോ ഒരു പൈസയുടെയും സഹായം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പേരിൽ ചെയ്യാറില്ല. ഇനി അടുത്ത ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, കേന്ദ്ര സഹായത്തിൽ കിട്ടിയിട്ടുള്ള APIDRP പദ്ധതികൾ, RAPDRP പദ്ധതികൾ, RDSS പദ്ധതികൾ, ഇതിന്റെ എല്ലാം ഗ്രാൻഡ് ആയിട്ട് KICDക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതിനുവേണ്ടി KICD ഒരുപാട് മാനദണ്ഡങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ മാനദണ്ഡങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇത്രയും കുറഞ്ഞ ജീവനക്കാരെ വെച്ചുകൊണ്ട് KICD വളരെ അത്യുദ്ധാനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വൈദ്യുതി പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ട്രാൻസ്ഫോമറിന് താങ്ങാവുന്നതിലും അധികമുള്ള കപ്പാസിറ്റിയിലേക്ക് ലോഡെത്തുമ്പോൾ ഒന്നുകിൽ ട്രാൻസ്ഫോമറിന്റെ ഫ്യൂസ് പോകണം, അതല്ലാത്ത പക്ഷത്തിൽ ആ സപ്ലൈ ട്രിപ്പാകും. അത് എവിടെ ട്രിപ്പാകുമെന്ന് ചോദിച്ചാൽ സബ്സ്റ്റേഷനിൽ ട്രിപ്പാകും. അപ്പൊ സബ്സ്റ്റേഷനിൽ ലോഡ് ട്രിപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫീഡറിൽ പോകുന്ന എത്ര ട്രാൻസ്ഫോമർ, 100 250 ട്രാൻസ്ഫോമറുകൾ ഉണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോമറുകൾ വിവിധ സെക്ഷൻ ഓഫീസിലുള്ള എല്ലായിടത്തും നിശ്ചലമാകും. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിശുദ്ധ. നമ്മൾ ആരോടും വൈദ്യുതി ഉപയോഗിക്കരുതെന്നോ വൈദ്യുതി ഉപയോഗിക്കുന്ന നിയന്ത്രണം വരുത്തണമെന്നോ ബോർഡോ അല്ലെങ്കിൽ മറ്റാരും ആവശ്യപ്പെടുന്നില്ല. കാരണം ഇത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അത് നമുക്കറിയാം. അതിന് പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ സ്വയമേ തന്നെ നമ്മുടെ ഉപഭോക്താക്കളായിട്ടുള്ള നമ്മൾ വിചാരിച്ചാൽ മാത്രമേ അതിന് പരിഹാരമുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് ആരെങ്കിലും കൊണ്ട് പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റുന്നതല്ല. പലരും ചോദിക്കുന്നത് കണ്ടു, പല റേഡിയോയിലും അടിയിലും അവർ പറയുന്നത് കണ്ടു, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വക സംരക്ഷിക്കുന്നതിന്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വക സ്ട്രെങ്തൻ ചെയ്യുന്നതിന് അതിന് മറ്റാരുടെയും അനുവാദം ആവശ്യമുണ്ടോ? അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ വേറൊരു കാര്യം, ഇതെല്ലാം കോടിക്കണക്കിന് രൂപയുടെ മൂലധന നിക്ഷേപം വേണം. KICDയെ സംബന്ധിച്ചിടത്തോളം സഞ്ചിത നിക്ഷേപം ഏതാണ്ട് 7500 കോടി രൂപയ്ക്ക് മേളിലാണ് KICDയുടെ സഞ്ചിത നഷ്ടക്കണക്കുകൾ. ആ കണക്കിൽ നിന്നും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ലാഭക്കണക്കുകളുണ്ട്. അത് ഈ നഷ്ടം നിലനിൽക്കുമ്പോൾ തന്നെ വർഷാവർഷം ഉണ്ടാകുന്ന ലാഭങ്ങളാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. കുറെയൊക്കെ ലൈനുകൾ കേബിളുകളായിട്ടുണ്ട്, ഇവിടെ സ്മാർട്ട് മീറ്റർ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്, ഇവിടുത്തെ ലൈനുകളും ട്രാൻസ്ഫോമറുകളും എല്ലാം നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ മുഴുവനായും ഈ ശൃംഖലകൾ നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വൈദ്യുതി മുടക്കം എന്ന് പറയുന്നത് ഒരു കേൾവിക്കുറിയായി മാറും. പിന്നെ ഏറ്റവും പ്രധാനം നമ്മുടെ ഇവിടുത്തെ വൈദ്യുത പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലവൈദ്യുത പദ്ധതികൾ. ജലവൈദ്യുത പദ്ധതികളിലെ റിസർവോയറുകളിലെ ഇപ്പൊ 35% വെള്ളം മാത്രമേ അവിടെ ഉള്ളൂ. ഈ ഉപയോഗിക്കാൻ വേണ്ടതിന്റെ നമ്മുടെ കേരളത്തില് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് ഏതാണ്ട് 25 മില്യൺ യൂണിറ്റുകൾ മാത്രമുണ്ട്. നമ്മളെ ഇവിടെ ഒരു ദിവസത്തെ ശരാശരി ഉപഭോഗം 118 മില്യൺ യൂണിറ്റിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വൈദ്യുതി മുടക്കം ഉണ്ടാകുന്നതിന് സെക്ഷൻ ഓഫീസുകളിൽ കയറി എന്തെങ്കിലും ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ടോ, ജീവനക്കാരെ ഉപദ്രവിച്ചിട്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഏത് സർക്കാരായാലും സർക്കാരുകളെ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. കാരണം ഇത് വൈദ്യുതി ഷോർട്ടേജാണ്. വൈദ്യുതി ഷോർട്ടേജ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വൈദ്യുതി മുടക്കം എന്ന് പറയുമ്പം നമ്മുടെ ലൈനിൽ താങ്ങാവുന്നതിലധികം ഓവർലോഡ് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വൈദ്യുതി മുടക്കം അത് പരിഹരിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് ട്രാൻസ്ഫോമറുകൾ വേണം, കൂടുതലായിട്ട് വൈദ്യുതി വിതരണ ശൃംഖലകൾ ശക്തിപ്പെടണം. ഇവിടുത്തെ ലോസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോസിൽ നിന്നും വളരെ കുറവ്, 16% താഴെയാണ് നമ്മുടെ ലോസ് എന്ന് പറയുന്നത്, എനർജി ലോസ്. അങ്ങനെയല്ല 25% എവിടെ നിൽക്കുന്നു, 16% എവിടെ നിൽക്കുന്നു. അപ്പൊ കേരളം ആ രീതിയിൽ വളരെ നിർബന്ധിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും പ്രാദേശിക ഭരണകൂടങ്ങളും MLA മാരും MP മാരും അടക്കമുള്ള ആളുകൾ KICDക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകി KICD സഹായിക്കണം. KICDക്ക് സാമ്പത്തിക സഹായം എന്ന് പറയുമ്പോൾ അവരുടെ മേഖലകളിലുള്ള ലൈനുകളും അവരുടെ മേഖലകളിൽ വൈദ്യുതിയുടെ മെച്ചപ്പെട്ട രീതിയിലുള്ള വിതരണത്തിന് വേണ്ടിയിട്ടുള്ള വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം അവരുടെ ഫണ്ടിൽ നിന്നും കൊടുക്കാൻ വേണ്ടി തയ്യാറാകണം. നമുക്കറിയാം, KICDയെ സംബന്ധിച്ചിടത്തോളം KICDയിലെ ക്ലബുകൾക്കും വായനശാലകൾക്കും ഗാർഹിക ഉപഭോക്താക്കളെക്കാളും വളരെ കുറഞ്ഞ രീതിക്കാണ് കണ്ടുകൊടുക്കുന്നത്.
ഇവിടെ കാർഷിക മേഖലയിൽ വളരെ ഗാർഹിക ഉപഭോക്താവിനേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് കൊടുക്കുന്നത് കറണ്ട്. പിന്നെ 240 യൂണിറ്റ് വരെയുള്ള ആളുകൾക്ക് സൗജന്യമായ വൈദ്യുതി കൊടുക്കുന്നുണ്ട് KSE. സൗജന്യം എന്ന് പറഞ്ഞാൽ സബ്സിഡി അടിസ്ഥാനത്തിൽ 40 വാട്സ് 40 യൂണിറ്റ് താഴെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സൗജന്യ വൈദ്യുതി KSE നൽകുന്നുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് KSE സംബന്ധിച്ചിടത്തോളം ഗ്രോസ് സബ്സിഡി എടുത്ത് കൊടുക്കുന്ന ഈ വക ആനുകൂല്യങ്ങൾക്കൊന്നും സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ നിന്നും പൈസകൾ തരുന്നില്ല. അതുപോലെ KSEക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും സംസ്ഥാന സർക്കാരിന്റെ യാതൊരു സഹായവുമില്ല. അതെല്ലാം പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നതിനുള്ള പണം കണ്ടെത്തുന്നതും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിറ്റും പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി വിറ്റും ഉണ്ടാക്കുന്ന ആ പണത്തിൽ നിന്നാണ് ഇവിടുത്തെ ശമ്പളവും ഒപ്പം തന്നെ ഇവിടുത്തെ മറ്റ് ആനുകൂല്യങ്ങളും പെൻഷനും ആളുകൾക്കുള്ള സഹായങ്ങളും ഈ വൈദ്യുതി വാങ്ങുന്നതെല്ലാം നടക്കുന്നത്. ശമ്പളത്തിന്റെ കരാറിനെ കുറിച്ച് പറഞ്ഞാലും ഈ ഇവിടുത്തെ KSEയുടെ വരുമാനവുമായി തട്ടിച്ചു നോക്കുമ്പോഴത്തേക്ക് മറ്റ് സമാനഗതിയിലുള്ള മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ KSEബിയിൽ വളരെ കുറച്ചാണ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കുന്നത്. പിന്നെ ജോലി സ്വഭാവം വെച്ച് നോക്കുമ്പോൾ KSEബിയോളം ഏറ്റവും അപകടം പിടിച്ചൊരു മേഖല വേറെയില്ല. പ്രതിവർഷം എത്രത്തോളം ആൾക്കാരാണ് മരിക്കണം എന്നുള്ളത് പത്രങ്ങൾ ദൈനംദിനം കാണുന്നത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ വൈദ്യുതി ബോർഡിലെ ജോലിക്ക് വരാൻ വേണ്ടി പോലും ആളുകൾ തയ്യാറല്ലാത്ത ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള പെടാപ്പാടുപെടുന്ന ഒരു സാഹചര്യത്തിൽ ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിലെ ജീവനക്കാരെയും ഒപ്പം തന്നെ ഈ സംവിധാനത്തെയും തകർക്കുന്നതിനും ഇതിന് സ്വകാര്യ മേഖലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ആക്കം കൂട്ടുന്ന രീതിയിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്നവരോട് നമുക്ക് ക്ഷമിക്കാം. പക്ഷേ അത്തരത്തിലുണ്ടാകുമ്പോഴുണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചും ഇങ്ങനെ സബ്സിഡിയും മറ്റു കാര്യങ്ങളും കൊടുത്ത് ഈ നാട്ടിലെ ജനങ്ങളെ സംരക്ഷിക്കുന്ന അവരെ സഹായിക്കുന്ന KSEബി ഒരു സ്വകാര്യ മേഖലയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് പോവുകയോ ചെയ്താലുണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ചും ബുദ്ധിമുട്ടുകളെ കുറിച്ചും നമ്മൾ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ഈ സ്ഥാപനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഇതിനകത്ത് ഉണ്ടാകുന്ന പാളിച്ചകളെ പരിഹരിച്ചുകൊണ്ട് പോകുന്നതിനുള്ള ബോർഡ് മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും തീരുമാനങ്ങൾക്ക് ഒപ്പം സഹകരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.